ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ലൈഫ് ആൻഡ് ഫാമ. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരുപാട് വൈറലായിക്കൊണ്ടിരിക്കുന്നതാണ് ഡീറ്റാൻ സോപ്പ് അല്ലെങ്കിൽ വൈറ്റനിങ് സോപ്സ് എന്നൊക്കെ പറയുന്നത്. അതിൽ മെയിനായിട്ട് വരുന്ന രണ്ട് സോപ്സാണ്, ഒന്ന് ഗാർ സോപ്പും അതുപോലെ തന്നെ ബേബി ഗ്ലോ സോപ്പ് കോട്ടക്കലിൻ്റെ. ഈ രണ്ട് സോപ്സിൻ്റെ ഒരു ഹോണസ്റ്റ് റിവ്യൂ ആണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. ഈ സോപ്സ് എല്ലാം തന്നെ വർക്ക് ചെയ്യുമോ, ഇത് യൂസ് ചെയ്താൽ നമ്മുടെ ടാനൊക്കെ റിമൂവ് ആവുമോ, പിഗ്മെൻറ്റേഷൻ കുറയുമോ, ഇതിൻ്റെയൊക്കെ കണ്ടന്റ് എന്താണ് അല്ലെങ്കിൽ ഇൻഗ്രീഡിയൻസ് എന്താണ്, ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് കേട്ടോ. സോ അപ്പോൾ നമുക്ക് നമസ്കാരം വീഡിയോയിലോട്ട് പോകാം. സോ ഫസ്റ്റ് നമുക്ക് ഗാർ സോപ്പിനെ കുറിച്ചിട്ട് നോക്കാം. ഗാർ ഡീറ്റാൻ സാഫ്രോൺ സോപ്പ്, ഈ ഒരു സോപ്പാണ് ഒരുപാട് സെലിബ്രിറ്റീസ് പ്രൊമോട്ട് ചെയ്തേക്കുന്നത്. സോ ഈ ഒരു സോപ്പ് ആക്ച്വലി വർക്ക് ചെയ്യുമോ, ഇതിൽ മെയിനായിട്ട് പറയുന്ന ഒരു 7 days കൊണ്ടെന്നും പറയുന്നു. ചില ഇവർ പറയുന്നു 7 days കൊണ്ട് ഒരു വിസിബിൾ റിസൾട്ട് കിട്ടുമെന്ന്, ചിലർ 21 days ഒരു വിസിബിൾ റിസൾട്ട് ഇത് യൂസ് ചെയ്താൽ കിട്ടുമെന്ന് പറയുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ ഒരു കണ്ടന്റ് അല്ലെങ്കിൽ ഇതിലുള്ള ഇൻഗ്രീഡിയൻസ് ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഗാർ സോപ്പിൽ വരുന്ന ഇൻഗ്രീഡിയൻസ് ഇവിടെ ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട്. സോ ഇതിൽ ഓരോന്നും നമുക്ക് ചെക്ക് ചെയ്യാം. ഫസ്റ്റ് വരുന്നത് കോക്കനട്ട് ഓയിൽ. കോക്കനട്ട് ഓയിൽ നമ്മുടെ സ്കിന്നിനെ നന്നായിട്ട് നറിഷ് ചെയ്യാനും സ്കിന്നിനെ ഹൈഡ്രേറ്റ് ചെയ്യാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ഇത് നമുക്ക് സ്കിന്നിനെ ക്ലെൻസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. പിന്നെ ചെറുതായിട്ട് നമുക്ക് ഈ ഒരു ഡെഡ് സെൽസ് ഒക്കെ റിമൂവ് ചെയ്യാനും ഈ ഒരു കോക്കനട്ട് ഓയിൽ ഹെൽപ്പ് ചെയ്യും. രണ്ടാമത് പറയുന്ന ഒന്നാണ് കാസ്റ്റർ ഓയിൽ. കാസ്റ്റർ ഓയിൽ ഇതുപോലെ നല്ല ഒരു ഹൈഡ്രേറ്റിംഗ് പ്രോപ്പർട്ടി അല്ലെങ്കിൽ സ്കിന്നിനെ ഒന്ന് നറിഷ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് കാസ്റ്റർ ഓയിൽ. മൂന്നാമത് പറയുന്നത് ഗ്ലിസറിനും ഈ ഒരു പ്രോപ്പർട്ടി ഒക്കെ തന്നെയാണ്, സ്കിന്നിന് നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്യാനും ഹൈഡ്രേറ്റ് ചെയ്യാനുമാണ് മെയിൻലി ഗ്ലിസറിൻ യൂസ് ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ അകത്ത് പറയുന്ന ഒന്നാണ് സൂക്രോസ്. സൂക്രോസ് എന്ന് പറഞ്ഞാൽ ഷുഗർ. ഇത് മെയിനായിട്ടും സ്കിന്നിനെ ഒന്ന് എക്സ്ഫോളിയേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു മൈൽഡ് എക്സ്ഫോളിയേറ്റിംഗ് ഏജന്റ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അതായത് നമ്മുടെ ഡെഡ് സെൽസിനെ ഒക്കെ റിമൂവ് ചെയ്യാനും സ്കിന്നിനെ ഒന്ന് എക്സ്ഫോളിയേറ്റ് ചെയ്യാനുമായിട്ട് യൂസ് ചെയ്യുന്ന ഒന്നാണ് ഈ ഒരു സൂക്രോസ്. പ്രൊപ്പിലിൻ ഗ്ലൈക്കോൾ സോപ്പിൽ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന സോപ്പ് പെട്ടെന്ന് ഈ ഒരു മോയ്സ്ചറിനെ ബൈൻഡ് ചെയ്യാനും അല്ലെങ്കിൽ സോപ്പ് പെട്ടെന്ന് ഡ്രൈ ആയി പോകാതിരിക്കാനും ഒക്കെ യൂസ് ചെയ്യുന്ന ഒന്നാണ് ഈ ഒരു പ്രൊപ്പിലിൻ ഗ്ലൈക്കോൾ. ബ്യൂട്ടൻ മെയിനായിട്ട് സോപ്പിൽ യൂസ് ചെയ്യുന്ന ഒരു ജെന്റിലായിട്ട് സോപ്പിന് ഒരു ഫോം, അതായത് ഒരു പത ഉണ്ടാവാനായിട്ട് യൂസ് ചെയ്യുന്ന ഒന്നാണ്. മറ്റ് ഹാർഷ് ആയിട്ടുള്ള കെമിക്കൽസ് ലൈക്ക് സൾഫേറ്റ്സിനെക്കാളും കുറച്ചുകൂടി മൈൽഡ് ആയിട്ടുള്ള ഒന്നാണ്. അടുത്തൊരു ഇൻഗ്രീഡിയന്റ് ആൽക്കൈൽ പോളി ഗ്ലൂക്കോസൈഡ്. ഇത് പ്ലാന്റ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ക്ലെൻസർ ആണ്. നമ്മുടെ ബോഡിനെ ക്ലെൻസ് ചെയ്യാനായിട്ട് സോപ്പിലും യൂസ് ചെയ്യുന്ന ഒന്നാണ്. സോ ഇനി വരുന്ന ഇൻഗ്രീഡിയൻസ് ആണ് ഗോട്ട് മിൽക്ക്. ഗോട്ട് മിൽക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ സ്കിന്നിനെ ഒന്ന് ക്ലെൻസ് ചെയ്യാൻ, അതായത് പാല് നമ്മൾ യൂസ് ചെയ്യാറുണ്ടായിരിക്കും നോർമലി സ്കിൻ കെയറിൽ ഒക്കെ സ്കിന്നിനെ ക്ലെൻസ് ചെയ്യാനും. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് ലാക്റ്റിക് ആസിഡ് ഉണ്ട്. അതുകൊണ്ട് തന്നെ സ്കിന്നിന് ചെറുതായിട്ട് ഒരു മൈൽഡ് എക്സ്ഫോളിയേറ്റിംഗ് പ്രോപ്പർട്ടിയും കൂടെ ഉള്ള ഒന്നാണ് മിൽക്ക്. സോ സ്കിന്നിനെ ഒന്ന് നറിഷ് ചെയ്യാനും സ്കിന്നിനെ ഒന്ന് ഹൈഡ്രേറ്റ് ചെയ്യാനും ക്ലെൻസ് ചെയ്യാനും മൈൽഡ് എക്സ്ഫോളിയേഷനും വേണ്ടി യൂസ് ചെയ്യുന്ന ഒന്നാണ് ഈ ഒരു ഗോട്ട് മിൽക്ക് എന്ന് പറയുന്നത്. നെക്സ്റ്റ് പറയുന്ന ഒറീസ സെറ്റീവ എന്ന് പറയുന്നത് റൈസ് ആണ്. ഈ ഒരു റൈസ് മെയിൻ ആയിട്ട് ഒരു മൈൽഡ് എക്സ്ഫോളിയേറ്റിംഗ് പ്രോപ്പർട്ടി ഉണ്ട്. അതിനോടൊപ്പം തന്നെ ഈ റൈസ് വെച്ച് മെയിൻ ആയിട്ട് ഈ റൈസിന്റെ ഒരുപാട് സ്കിൻ കെയർസ് ഉണ്ട്. ഏഷ്യൻ സ്കിൻ കെയർസിൽ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒന്നാണ് റൈസ്. സോ റൈസ് നമ്മുടെ സ്കിന്നിനെ ഒന്ന് ഹൈഡ്രേറ്റ് ചെയ്യാനും മോയ്സ്ചറൈസിങ് കീപ്പ് ചെയ്യാനും സ്കിന്നിനെ ചെറുതായിട്ടൊന്ന് ബ്രൈറ്റൻ ചെയ്യാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. നെക്സ്റ്റ് വരുന്നതാണ് സാൻഡലം ആൽബം എന്ന് പറഞ്ഞാൽ സാൻഡൽവുഡ് മെയിനായിട്ട് നമ്മുടെ സ്കിന്നിനെ ഒന്ന് സ്മൂത്ത് ചെയ്യാനും അല്ലെങ്കിൽ സ്കിന്നിനെ ഒരു കൂളിംഗ് എഫക്റ്റ് കൊടുക്കാനും ചെറുതായിട്ട് ബ്രൈറ്റനിങ് പ്രോപ്പർട്ടി ഒക്കെ ഉണ്ടെന്ന് പറയും. സോ അതിനൊക്കെ യൂസ് ചെയ്യുന്ന ഒന്നാണ് ഈ ഒരു സാൻഡൽവുഡ്. ഇനി ഇതിൻ്റെ അകത്ത് ഹീറോ കണ്ടന്റ് ആയിട്ട് മെൻഷൻ ചെയ്തേക്കുന്ന ഒന്നെന്ന് പറഞ്ഞാൽ സാഫ്രോൺ ആണ്. ആക്ച്വലി ഈ ഒരു സാഫ്രോൺ ആണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു ഹീറോ കണ്ടന്റ്, അതായത് സ്കിൻ വൈറ്റനിങ് അല്ലെങ്കിൽ സ്കിന്നിലെ ഡീറ്റാൻ റിമൂവ് ചെയ്യാൻ മെയിൻ ആയിട്ട് ഈ ഒരു ഇൻഗ്രീഡിയന്റ് ലിസ്റ്റ് ചെക്ക് ചെയ്യുമ്പോൾ യൂസ് ചെയ്തേക്കുന്നത്. സാഫ്രോൺ എന്ന് പറഞ്ഞാൽ ഒരു ആന്റി ഓക്സിഡന്റും ആണ്. സ്കിന്നിനെ ചെറുതായിട്ടൊക്കെ ഒന്ന് ബ്രൈറ്റൻ ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയന്റ് ആണ് സാഫ്രോൺ. സോ ഇതാണ് ഇതിൻ്റെ അകത്ത് മെയിൻ ആയിട്ട് ഒരു സ്കിൻ വൈറ്റനിങ് അല്ലെങ്കിൽ സ്കിന്നിലെ ടാൻ റിമൂവ് ചെയ്യാനായിട്ട് മെയിൻ ആയിട്ട് യൂസ് ചെയ്തേക്കുന്ന ഇൻഗ്രീഡിയൻറ്റ്. നമുക്ക് ഈ ഒരു ഇൻഗ്രീഡിയൻറ്റ് ലിസ്റ്റ് ചെക്ക് ചെയ്യുമ്പോൾ ഒരു ഇൻഗ്രീഡിയൻസ് എല്ലാം ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് ഒരു ഹെർബൽ ആയിട്ടുള്ള സോപ്പാണ്. മറ്റ് ഹാർഷ് ആയിട്ടുള്ള സോപ്പിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് മൈൽഡ് ആയിട്ടുള്ള ഒരു സോപ്പാണ് ഈ ഒരു ഗാർ സോപ്പ് എന്ന് പറയുന്നത്. ഇനി ഇവർ മെയിനായിട്ട് ക്ലൈം ചെയ്തേക്കുന്നത് ഇതൊരു മാജിക്കൽ സോപ്പാണ്, ഡീറ്റാൻ സോപ്പാണ്, ടാൻ റിമൂവലിന് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സോപ്പാണെന്നാണ് പറയുന്നത്. ഇനി നമുക്ക് അതിനെ കുറിച്ചിട്ട് നോക്കാം. ഫസ്റ്റ് നമുക്ക് ടാൻ എന്താണെന്ന് നോക്കാം. ടാൻ പല രീതിയിൽ നമ്മുടെ സ്കിന്നിൽ വരാനുണ്ട്. മെയിനായിട്ട് വരുന്നത് സൺ ടാൻ ആണ്. സൺ എക്സ്പോഷർ കാരണം ഉണ്ടാവുന്ന ടാനിങ്. ഈ ഒരു സൺ എക്സ്പോഷർ കാരണം എങ്ങനെ നമ്മുടെ ബോഡി ടാൻ ആവുന്നത്, അതൊരു പ്രൊട്ടക്ഷൻ മെക്കാനിസം എന്ന് പറയും. അതായത് നമ്മുടെ ബോഡീനെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള ഒരു മെക്കാനിസം കാരണം ഉണ്ടാവുന്ന ഒരു കാര്യമാണ് ഈ ഒരു ടാനിങ്. അതായത് നമ്മൾ ഒരുപാട് സൺ എക്സ്പോഷർ അല്ലെങ്കിൽ സൺ ഒരുപാട് നമ്മുടെ സ്കിന്നിൽ നന്നായിട്ട് വെയിൽ കൊള്ളുമ്പോഴത്തേക്കും നമ്മുടെ സ്കിന്നിൽ മെലനോസൈറ്റ്സ്, മെലാനിൻ എന്ന് പറയുന്ന ഒന്നിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഈ ഒരു മെലാനിനാണ് ഈ ഒരു ടാനിങ് ഉണ്ടാക്കുന്നത്. സോ ഈ ഒരു മെലാനിനും മെലാനോസൈറ്റ്സും ഒക്കെ എവിടാണ്? ആക്ച്വലി നമ്മുടെ സ്കിന്നിൽ പല ലെയേഴ്സും ഉണ്ട്. അതിൽ ഞാൻ സൈഡിലായിട്ട് കാണിക്കാം. മുകളിൽ വരുന്ന ലെയർ ആണ് ഈ ഒരു എപ്പിഡെർമിസം.
ഈ ഒരു എപ്പിഡെർമിസിലാണ് ടാനിങ് പ്രോസസ്സ് നടക്കുന്നത്, അല്ലെങ്കിൽ ടാനിങ് വിസിബിൾ ആയിട്ട് കാണുന്നത് എപ്പിഡെർമിസിലാണ്. പക്ഷേ ഈ ഒരു മെലാനിൻ സിന്തസിസ് നടക്കുന്നത് അതിന്റെ തൊട്ട് താഴെ, അതായത് എപ്പിഡെർമിസിന്റെ തന്നെ ബേസൽ ലെയർ ആയിട്ടുള്ള ലെയറിലാണ് ഈ ഒരു മെലനോസൈറ്റ്സ് ഉള്ളത്, മെലാനിൻ പ്രൊഡക്ഷൻ നടക്കുന്നത്. സോപ്പ് മാത്രം യൂസ് ചെയ്താൽ ഈ ഒരു മെലാനിൻ പ്രൊഡക്ഷനെ കുറയ്ക്കാനോ അല്ലെങ്കിൽ നമ്മുടെ ടാനിനെ ഫുള്ളായിട്ട് റിമൂവ് ചെയ്യാനോ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും ഇല്ല. സോ സോപ്പ് എന്ന് പറഞ്ഞാൽ മെയിൻലി ക്ലെൻസിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഫോമാണ്. പല ഫോംസ് ഉണ്ട്, അതായത് സോപ്പ് ഉണ്ട്, ക്രീംസ് ഉണ്ട്, ലോഷൻസ് ഉണ്ട്, അല്ലെങ്കിൽ സെറംസ് ഉണ്ട്, ഇങ്ങനെ പല ഫോംസും ഉണ്ട്. ഈ പല ഫോം എന്ന് പറഞ്ഞാൽ ഈ ഓരോ ഫോമും നമ്മുടെ സ്കിന്നിലേക്ക് അബ്സോർബ് ചെയ്യുന്ന രീതി വ്യത്യാസം ഉണ്ടായിരിക്കും. സോ നമ്മളൊരു സെറം അല്ലെങ്കിൽ ഒരു ക്രീം ഉപയോഗിക്കുന്ന രീതിയിലല്ല ഒരു സോപ്പ് യൂസ് ചെയ്താൽ നമുക്ക് റിസൾട്ട് കിട്ടുന്നത്. കാരണം നമ്മൾ സോപ്പ് എന്ന് പറഞ്ഞാൽ ഭയങ്കര കുറച്ചു നേരം മാത്രമേ നമ്മൾ സ്കിന്നിൽ നിൽക്കുന്നുള്ളൂ, അതായത് നമ്മൾ സോപ്പ് തേക്കുക, കുളിക്കുക, ആ ഒരു രീതിയാണ്. അതുകൊണ്ട് തന്നെ അത് വലുതായിട്ട് നമ്മുടെ സ്കിന്നിലോട്ട് അബ്സോർബ് ചെയ്ത് പോകാനോ റിസൾട്ട് കിട്ടാനോ ഉള്ള ചാൻസ് ഭയങ്കര കുറവാണ്. പിന്നെ സോപ്പിൽ മെയിനായിട്ടും സോപ്പ് എന്ന് പറഞ്ഞാൽ ക്ലെൻസിങ്ങിന് വേണ്ടിയുള്ളതാണ്, സ്കിന്നിലെ അഴുക്കൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയുള്ള ഒന്നാണ് സോപ്പ്. ഒരു സോപ്പ് ഭയോഗിച്ചാൽ ടാൻ റിമൂവ് ആവുമോ എന്ന് വെച്ചാൽ ഒരിക്കലും ഇല്ല. ആക്ച്വലി ഇതൊരു 7 days കൊണ്ട് അല്ലെങ്കിൽ 21 days കൊണ്ടൊക്കെ സ്കിന്നിനെ വൈറ്റൻ അല്ലെങ്കിൽ സ്കിന്നിലെ ടാൻ റിമൂവ് ചെയ്യുമെന്ന് പറയുന്നത് ഭയങ്കര മണ്ടത്തരമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു ക്രീം അല്ലെങ്കിൽ ഒരു സെറം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്താൽ പോലും ഒരു 7 days കൊണ്ടൊന്നും അതിൻ്റെ വിസിബിൾ ആയിട്ടുള്ള റിസൾട്ട് കാണാൻ പറ്റില്ല. നമ്മളൊരു ക്രീമൊക്കെ ആണെങ്കിൽ നോർമലി പറയുന്ന ഒരു 1 monthലൊക്കെയാണ് റിസൾട്ട് പറയുന്നത്, കുറച്ചെങ്കിലും വിസിബിൾ ആയിട്ട്. പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഒരു 3 months ഒക്കെ യൂസ് ചെയ്യുമ്പോഴാണ് അതിന് കറക്റ്റ് ആയിട്ടുള്ള റിസൾട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. സോ അത്രയും നാൾ യൂസ് ചെയ്തിട്ട് നമുക്ക് ഒരു ക്രീം റിസൾട്ട് തരത്തുള്ളൂ അല്ലെങ്കിൽ ഒരു സെറം റിസൾട്ട് തരത്തുള്ളെങ്കിൽ ഒരു നോർമലി ഒരു കുറച്ച് നേരം മാത്രം നമ്മൾ ജസ്റ്റ് ബേസിൽ അപ്ലൈ ചെയ്ത് കഴുകിക്കളയുന്ന ഒരു സോപ്പ് അങ്ങനെ എത്ര പെട്ടെന്ന് നമുക്കൊരു റിസൾട്ട് തരുന്നത്. ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്ത ഇൻഗ്രീഡിയൻസ് എല്ലാം ചെക്ക് ചെയ്യുമ്പോൾ ഹെർബൽ ഇൻഗ്രീഡിയൻസ് ആണ്. ഇതിൽ മെയിനായിട്ടും ടാനിങ് പർപ്പസിന് വേണ്ടി യൂസ് ചെയ്തേക്കുന്നത് അല്ലെങ്കിൽ ഡീറ്റാൻ പർപ്പസിന് വേണ്ടി യൂസ് ചെയ്തേക്കുന്നത് സാഫ്രോൺ ആണെന്നാണ് ഈ ഒരു ഇൻഗ്രീഡിയൻറ്റ് ലിസ്റ്റ് ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് തോന്നുന്നത്. സോ ഈ ഒരു സാഫ്രോൺ ഇത്ര എക്സലന്റ് ആയിട്ടുള്ള ഒരു ടാൻ റിമൂവ് ചെയ്യാനുള്ള ഒരു പ്രോപ്പർട്ടി ഉണ്ടെന്ന് എനിക്ക് തോന്നില്ല, അല്ലെങ്കിൽ ഞാൻ പഠിച്ചതിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കിയിരിക്കുന്നത് അല്ലാതെ ഒരുപാട് കെമിക്കൽ അല്ലെങ്കിൽ അല്ലാതെ ഒരുപാട് മെഡിക്കൽ പ്രോപ്പർട്ടി ഉള്ള ഇൻഗ്രീഡിയൻസ് ഉണ്ട് ഈ ഒരു ടാനിങ് റിമൂവ് ചെയ്യാനായിട്ട്, ലൈക്ക് കോജിക് ആസിഡ്, ഗ്ലൈക്കോളിക് ആസിഡ്, അതുപോലെ തന്നെ നമ്മൾ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ഇത്രയും ആ ഒരു ഇൻഗ്രീഡിയൻസിൻ്റെ ആ ഒരു എഫക്റ്റ് ഒന്നും ഈ ഒരു സോപ്പ് യൂസ് ചെയ്താൽ കിട്ടുമെന്ന് എനിക്ക് പേഴ്സണലി തോന്നുന്നില്ല. അതുപോലെ തന്നെ ഒരു ഇടയ്ക്ക് ഫേമസ് ആയിരുന്ന ഒരു സോപ്പായിരുന്നു ഈ ഒരു ബേബി ഗ്ലോ സോപ്പ്, കോട്ടക്കലിൻ്റെ ബേബി ഗ്ലോ സോപ്പ്. സോ ഇതിൻ്റെ അകത്തുള്ള ഇൻഗ്രീഡിയൻസ് നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇത് ഒരു ഹെർബൽ ആയിട്ടുള്ള സോപ്പാണ്. സോ ഇതിൻ്റെ അകത്ത് മെയിനായിട്ട് വരുന്ന ഇൻഗ്രീഡിയൻറ്റ് ലിക്വറൈസ്, ടെർമറിക്, അശ്വഗന്ധ, കോക്കനട്ട് ഓയിൽ, പിന്നെ ഗ്ലിസറിൻ ഉണ്ട്, അതുപോലെ തന്നെ ഫ്രാഗ്രൻസും ഉണ്ട്. ഇതും ഒരു മൈൽഡ് ആയിട്ടുള്ള സോപ്പാണ്, ഒരു ഹെർബൽ ആയിട്ടുള്ള ഒരു മൈൽഡ് സോപ്പാണ്. മറ്റു സോപ്പ് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചൊരു മൈൽഡ് ആണ്, ഭയങ്കര ഹാഷ് ആയിട്ടുള്ള ഒരു സോപ്പല്ല. ഇതൊരു ബേബി സോപ്പും കൂടാണ്. ആക്ച്വലി ഈ ഒരു സോപ്പിൻ്റെ കേസ് പറയുകയാണെങ്കിൽ ഈ ഒരു സോപ്പ് നമ്മുടെ സ്കിന്നിനെ ഗ്ലോ ചെയ്യുമെന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു വന്നത്. ആക്ച്വലി അങ്ങനെ സ്കിൻ ഗ്ലോയിങ്ങിന് വേണ്ടി നിങ്ങളൊരു സോപ്പ് നേരത്തെ ഞാൻ പറഞ്ഞു കൂട്ട് യൂസ് ചെയ്യാത്തതായിരിക്കും നല്ലത്. അതങ്ങനെ ഒരു റിസൾട്ടും തരത്തില്ല. സോ ഇത് ഞാൻ പേഴ്സണലി യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു, എനിക്കിത് വലിയ റിസൾട്ട് ഒന്നും തന്നില്ല. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ ഇതൊരു മൈൽഡ് സോപ്പാണ്, നമുക്ക് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് അല്ലെങ്കിൽ ജസ്റ്റ് ഒരു നോർമൽ സോപ്പ്, ഒരു ക്ലെൻസിങ് ബാർ എന്ന രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സോപ്പാണ്. പിന്നെ ഇത് ഫേസിൽ അപ്ലൈ ചെയ്യുന്നവരോ ഫേസിൽ യൂസ് ചെയ്താൽ ഡ്രൈനെസ് ഉണ്ടാവും. എനിക്ക് ഓൾറെഡി ഡ്രൈ സ്കിൻ ആണ്, ഞാൻ ഇത് ഫേസ് യൂസ് ചെയ്തപ്പോൾ എനിക്ക് നല്ല ഡ്രൈനെസ് ഉണ്ടായിരുന്നു. സോ എപ്പോഴും ഒരു ഫേസ് വാഷ് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇനി ബേബീസിൻ്റെ കാര്യം പറയാനുള്ളത്, അതാണ് മെയിൻ. ഇത് ബേബി സോപ്പ് തന്നെയാണ്, പക്ഷേ ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്ത് pH മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ല. ഒരു 6 months വരെയെങ്കിലും കുഞ്ഞുങ്ങൾക്ക് എപ്പോഴും pH മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഡോക്ടർ റെക്കമെൻഡേഷനുള്ള സോപ്പ് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. എപ്പോഴും നമ്മൾ വിചാരിക്കുന്ന ഒരു കാര്യമാണ് ഹെർബൽ സോപ്പ് എന്ന് പറഞ്ഞാൽ സേഫാണ്. ഹെർബൽ സോപ്പ് എന്ന് പറയുമ്പോൾ അതിൽ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഹെർബൽ അല്ലേ, അതെല്ലാം സേഫാണ്. ആക്ച്വലി അങ്ങനെയല്ല കേട്ടോ. ഹെർബൽ സോപ്പിലും അലർജീസ് ഉണ്ടാക്കുന്ന ഇൻഗ്രീഡിയൻസ് ഉണ്ട്, ലൈക്ക് ടെർമറിക് പോലെ. ടെർമറിക് എല്ലാവർക്കും ഓക്കെ ആവണമെന്നില്ല. സോ കുഞ്ഞുങ്ങൾക്കും അത് ചില കുഞ്ഞുങ്ങളിൽ അലർജീസ് ഉണ്ടാക്കാറുണ്ട്. സോ അത് നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് മാത്രം ഇങ്ങനത്തെ സോപ്സ് കുഞ്ഞുങ്ങളിലും പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളെ യൂസ് ചെയ്യാനായിട്ട് നോക്കാം. പക്ഷേ ഈ ഒരു ബേബി ഗ്ലോ സോപ്പിൽ അവർ ക്ലൈം ചെയ്തിരിക്കുന്ന നോർമൽ കാര്യങ്ങളേ ഉള്ളൂ കേട്ടോ. നറിഷ് ആൻഡ് സ്മൂത്ത് ബേബി സ്കിന്നെ സ്മൂത്ത് ചെയ്യാനും ഹെൽത്തി ആയിട്ട് വെക്കാനുമാണ് ഈ ഒരു സോപ്പ് യൂസ് ചെയ്യേണ്ടതെന്നാണ് ഇതിനകത്ത് എഴുതിയേക്കുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നു ഒരു സെലിബ്രിറ്റി ആണ്, അവരുടെ ഡെലിവറിക്കൊക്കെ ശേഷം ഇത് യൂസ് ചെയ്തപ്പോഴത്തേക്ക് നല്ല റിസൾട്ട് കിട്ടിയെന്ന് പറഞ്ഞിട്ട് ബേബി സോപ്പ് ഞാൻ പറഞ്ഞു തുടങ്ങി, എനിക്ക് അത് ഞാൻ മുഖത്തിടാം. അത് ഞാൻ മുഖത്ത് തുടങ്ങിയ ഭയങ്കര ക്ലിയർ ആയി തുടങ്ങി, സ്കിൻ പ്ലസ് പഴയ നന്നായിട്ട് ഫേമസ് ആവുന്നത്. ആക്ച്വലി ആ ഒരാൾ പറഞ്ഞതും എനിക്കൊന്ന് നല്ല ജെനുവിൻ ആയിട്ടുള്ള ആൾ യൂസ് ചെയ്തിട്ട് അതിന്റെ റിസൾട്ട് നല്ല ജെനുവിൻ ആയിട്ടുള്ള ഒരു റിസൾട്ട് തന്നെയാണ് ആൾ പറഞ്ഞത്.
അത് എനിക്ക് തോന്നിയ 1-2 കാര്യങ്ങളുണ്ട്. ഈ ഒരു സോപ്പിന്റെ റിസൾട്ട് ആണ് അതെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. എനിക്ക് തോന്നിയ 1-2 കാരണങ്ങൾ പറയാം. ആക്ച്വലി ആ ഒരു സമയത്ത് തന്നെയാണ് എൻ്റെ ഈ ഡെലിവറി ഒക്കെ കഴിഞ്ഞ ആ ഒരു സമയമാണ് കേട്ടോ. സോ ആ ഒരു സമയത്ത് എന്താന്ന് പറഞ്ഞാൽ നമുക്ക് പ്രഗ്നൻസിക്ക് മുമ്പ് നോർമലി നമ്മുടെ സ്കിന്നിൽ പിഗ്മെന്റേഷൻസ് ഒക്കെ വരാം. അത് ഡെലിവറി കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഹോർമോൺ ബാലൻസ് ആകുമ്പോൾ ആ പിഗ്മെന്റേഷൻ ഒക്കെ നോർമലി മാറുകയും ചെയ്യും. പിന്നെ ഒരു കാര്യം എന്താന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു ഡെലിവറി ഒക്കെ കഴിഞ്ഞ സമയത്ത് നമ്മൾ നന്നായിട്ട് ഫുഡ് കാര്യങ്ങളൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കും. മീൻസ് കുഞ്ഞിന് പാലൊക്കെ കൊടുക്കുന്നതുകൊണ്ട് ഒരുപാട് ഫ്രൂട്ട്സ് കഴിക്കാനും വെജിറ്റബിൾസ് കഴിക്കാനും വെള്ളം കുടിക്കാനും ഒക്കെ നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. അതെല്ലാം തന്നെ നമ്മുടെ സ്കിന്നിൽ വിസിബിൾ ആയിട്ടുള്ള ഒരു ചേഞ്ച് കൊണ്ടുവരും കേട്ടോ. മൂന്നാമത്തെ കാര്യം, ഈ ഒരു ഡെലിവറി കഴിഞ്ഞിട്ട് വേദകുളി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. സോ അതൊക്കെയും നമ്മുടെ സ്കിന്നിനെ ഒന്നും കൂടി നറിഷ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. കാരണം ഇവർ ഓയിലൊക്കെ ഉപയോഗിച്ച് ഒരു അരമണിക്കൂറൊക്കെ ഇരുത്തിയിട്ടൊക്കെയാണ് കുളിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് സ്കിന്നിനെ അത് നറിഷ് ചെയ്യാനും സ്കിന്നിനെ ഒന്ന് ഹെൽത്തി ആക്കാനും ഒരു ഗ്ലോ ഒക്കെ കൊണ്ടുവരാനും അതും ഹെൽപ്പ് ചെയ്യുമെന്നാണ് എനിക്ക് തോന്നിയത്. സോ ഈ ഒരു സോപ്പിന് പുറമെ ഇങ്ങനെയുള്ള കാര്യങ്ങളും കൂടി നമ്മൾ ചെയ്യുന്നത് കൊണ്ടാണ് ആ ഒരു സമയത്ത് ഗ്ലോ ആയിട്ട് അല്ലെങ്കിൽ ആ സ്കിന്ന് ക്ലിയർ ആയതുപോലെ നമുക്ക് ഫീൽ ആയത് അല്ലെങ്കിൽ ക്ലിയർ ആയതെന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയ കാര്യം കേട്ടോ. സോ ഈ 2 സോപ്പും തന്നെ ഹെർബൽ ആയിട്ടുള്ള സോപ്പാണ്, മൈൽഡ് സോപ്പാണ്. നമുക്ക് മറ്റ് സോപ്പുകൾ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ മൈൽഡാണ്, നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന സോപ്സ് ആണ്. പക്ഷേ ഇതിൽ ക്ലൈം ചെയ്തേക്കുന്ന പോലെ ടാൻ റിമൂവലിനോ അല്ലെങ്കിൽ ഗ്ലോയിങ്ങിനോ ഒന്നും യൂസ് ചെയ്താൽ അതിൻ്റെ റിസൾട്ട് കിട്ടണമെന്നില്ല. സോ സോപ്പ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ക്ലെൻസിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒന്നാണ്. സോ അത് മനസ്സിലാക്കിയിട്ട് അതിന് വേണ്ടി നമ്മുടെ സ്കിന്നിൻ ടൈപ്പിന് സ്യൂട്ട് ആവുന്ന ഒരു സോപ്പ് സെലക്ട് ചെയ്തിട്ട് ഉപയോഗിക്കുക. അല്ലാതെ ഇങ്ങനത്തെ പ്രൊമോഷൻസ് ഒക്കെ കണ്ട് ഇങ്ങനത്തെ സോപ്പ് വാങ്ങി ഉപയോഗിച്ചാൽ അത് റിസൾട്ട് കിട്ടണമെന്നൊന്നുമില്ല. അത് വേസ്റ്റ് ഓഫ് മണി ആവത്തേ ഉള്ളൂ. സോ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് ഇങ്ങനത്തെ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണ്, നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നത്, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.